ഗാസയെ മരണമുനമ്പാക്കി ആക്രമണം തുടർന്ന ഇസ്രയേൽ. ശനിയാഴ്ച മാത്രം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ നരനായാട്ടിൽ 80 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഇതിൽ 30ഓളം പേർ സഹായം തേടിയെത്തിയവരായിരുന്നു. മധ്യ ഗാസയിലെ ദെയ്ർ അൽ ബലാഹിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 13 പേർ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിൽ 15 പേർ കൊല്ലപ്പെട്ടു. അതേസമയം ഗാസയിലെ തീവ്രവാദികളുടെ 250ഓളം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. 2023 ഒക്ടോബറിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ 57,882 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,38,095 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ കടന്നുകയറ്റം വർദ്ധിച്ചിട്ടുണ്ട്. ജെറീക്കോയ്ക്ക് സമീപം ഷല്ലാലുത്താൻ ഓജിയിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ പലസ്തീനികളുടെ താമസ സ്ഥലങ്ങളിലേക്ക് അതിക്രമിച്ചു കയറി. ജോർഡൻ താഴ്വരയിൽ ബർദാലിയിൽ പലസ്തീനികളുടെ ഭൂമിയിൽ പുതിയ മൊബൈൽ വീടുകളും സൽഫിത്തിലെ ദൈർ ഇസ്തിയയിൽ പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു. ഇസ്രയേൽ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ ജനജീവിതം കൂടുതൽ നരകതുല്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആഭ്യന്തര സമ്മർദ്ദം രൂക്ഷമായിരിക്കെ വെടിനിർത്തൽ കരാറിൽ തീരുമാനം കൈക്കൊള്ളാൻ ഇന്ന് കൂടിയാലോചനാ യോഗം വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരാഴ്ചയായി ദോഹയിൽ തുടർന്ന വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെയാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗങ്ങളുടെയും മറ്റും ഉന്നതതല യോഗം ഇന്ന് നെതന്യാഹു വിളിച്ചു ചേർത്തത്. ദോഹയിൽ തുടരാനാണ് ഇസ്രായേൽ സംഘത്തോട് നെതന്യാഹു നിർദ്ദേശിച്ചത്. അതേസമയം പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് വ്യക്തമായി ഉറപ്പില്ലാതെ താൽക്കാലിക വെടിനിർത്തലുമായി യോജിക്കാൻ കഴിയില്ലെന്ന് ഹമാസ് അറിയിച്ചു. അതിനിടെ ബന്ദികളുടെ മോചനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന നെതന്യാഹുവിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ടെല്ലവീവിൽ ഇന്നലെ രാത്രി വൻ റാലി നടന്നു. ഹമാസുമായി ഉടൻ കരാർ രൂപപ്പെടുത്തി മുഴുവൻ ബന്ദികളെയും തിരിച്ചെത്തിക്കണമെന്ന ബന്ധുക്കളും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താതെ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ ശക്തമായി രംഗത്ത് വന്നു. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ള യുദ്ധം മാത്രമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. അതേസമയം ഖാൻ യൂനിസ് ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ വ്യാപക വ്യോമാക്രമണങ്ങളിലൂടെ 100-ലേറെ പേരെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത്. ഭക്ഷ്യവിതരണ കേന്ദ്രത്തിന് സമീപം നടന്ന വെടിവെപ്പിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസ്, ഷുജായിയ എന്നിവിടങ്ങളിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. ഗാസ മുനമ്പിലെ ഇന്ധനക്ഷാമം രൂക്ഷമാണെന്നും യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ ദുരിതം ഇതോടെ കൂടുതൽ വർദ്ധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ഗാസ മുനമ്പിലെ രൂക്ഷമായ ഇന്ധനക്ഷാമം നിർണായക തലങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നും യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ ദുരിതം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ആശുപത്രികൾ, ജലസംവിധാനങ്ങൾ, ശുചിത്വ ശൃംഖലകൾ, ആംബുലൻസുകൾ തുടങ്ങി എല്ലാ മേഖലയിലേക്കും വൈദ്യുതി നൽകുന്നതിന് ഇന്ധനം ആവശ്യമാണെന്ന് അവർ പറഞ്ഞു. ഗാസയിലെ ഇന്ധനക്ഷാമം ഗുരുതരമായ തലങ്ങളിൽ എത്തിയിരിക്കുന്നെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ലോക ഭക്ഷ്യ പദ്ധതി, മാനുഷിക ഏജൻസിയായ OCHA എന്നിവയുൾപ്പെടെയുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. 2 വർഷമായി തുടരുന്ന യുദ്ധം ഗാസയിലെ ജനങ്ങളെ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെ കടുത്ത ബുദ്ധിമുട്ടുകളിലേക്കാണ് തള്ളിവിടുന്നത്. ഇന്ധനക്ഷാമം എല്ലാ മേഖലകളെയും സ്തംഭിപ്പിക്കുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. ഇന്ധനമില്ലാതെ ബേക്കറികളും സമൂഹ അടുക്കളകൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. ജലശുദ്ധീകരണവും ശുചിത്വ സംവിധാനങ്ങളും അടച്ചുപൂട്ടപ്പെടും. കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി കുടിവെള്ളം ലഭിക്കില്ലെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.